നമസ്കാരം. അന്നപൂർണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് കർമ്മയെ പറ്റിയാണ്. എന്താണ് കർമ്മ? നാം വിതയ്ക്കുന്നതാണ് നാം കൊയ്യുന്നത്, അല്ലേ? നമ്മളൊരു കല്ലെടുത്ത് മുകളിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ ആ കല്ല് തിരിച്ച് താഴെ വീഴില്ലേ? അതിപ്പോൾ എത്ര കാലം കഴിഞ്ഞു കഴിഞ്ഞാലും അത് താഴെ വീഴുക തന്നെ ചെയ്യും. അതുപോലെ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും അതിൻ്റെ ഫലം, അല്ലെങ്കിൽ ആ പ്രവൃത്തിക്കുള്ള ആ ഫലം നമുക്ക് തിരിച്ചു കിട്ടും. അത് പ്രപഞ്ച നിയമമാണ്. എന്താണ് കർമ്മഫലം? ഇത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുന്നതെന്ന് നോക്കാം. കർമ്മം ഒരു വിത്താണ്. നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഒരു വിത്ത് പോലെയാണ്. നല്ല വിത്ത് നല്ല ഫലവും ചീത്ത വിത്ത് ചീത്ത ഫലവും നൽകും. നമ്മുടെ വാക്കുകൾ, ചിന്തകൾ, പ്രവൃത്തികൾ ഇതെല്ലാം കർമ്മങ്ങളാണ്. നമ്മുടെ ചിന്തകൾക്ക് പോലും നമുക്ക് എന്ത് വരും? നമുക്കതിന് റിയാക്ഷൻ കിട്ടും. നമ്മൾ നല്ലത് ചിന്തിച്ചാൽ നല്ലത് വരും, മോശം ചിന്തിച്ചാൽ മോശം വരും. നല്ല കർമ്മങ്ങൾ സന്തോഷവും സമാധാനവും നൽകുന്നു. എന്നാൽ മോശം കർമ്മങ്ങൾ ദുരിതങ്ങളിലേക്കും വിഷമങ്ങളിലേക്കും നയിക്കുന്നു. ഈ ഫലങ്ങൾ ഇന്ന് തന്നെയോ നാളെയോ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിലോ അനുഭവിക്കാതെ പോകില്ല. അതായത് എവരി ആക്ഷൻ ഈസ് ആൻ ഓപ്പോസിറ്റ് റിയാക്ഷൻ. എന്ത് പ്രവർത്തിക്കും ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാവും. അതിൻ്റെ ഒരു ഫലം നമ്മളിലേക്ക് വരും. അത് മോശമായാലും നല്ലതായാലും. നമ്മുടെ ഇപ്പോഴത്തെ ജീവിതത്തിലെ സന്തോഷങ്ങളും ദുരിതങ്ങളും മുൻജന്മത്തിലെ കർമ്മഫലത്തിൻ്റെ പ്രതിഫലമാണെന്നാണ് ഹിന്ദു ധർമ്മം പഠിപ്പിക്കുന്നത്. നമുക്കുള്ള പാഠം, നമ്മുടെ ഭാവിയെ രൂപപ്പെടുത്തുന്നത് നമ്മുടെ ഇന്നത്തെ കർമ്മങ്ങളാണ്. അതുകൊണ്ട് ഓരോ പ്രവൃത്തിയും ചിന്തയും വാക്കുകളും ശ്രദ്ധയോടെ ചെയ്യുക. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോൾ ആ നന്മ നമ്മളിലേക്ക് തന്നെ തിരികെ വരും. നല്ല കർമ്മങ്ങൾ ചെയ്യാൻ പ്രചോദനമായി നമ്മൾ ഓരോരുത്തരും മാറണം എന്നാണ് ഹിന്ദു ധർമ്മം അനുശ്വാസിക്കുന്നത്. കർമ്മങ്ങൾ തന്നെ 3 വിധത്തിൽ അറിയപ്പെടുന്നു. സഞ്ചിത കർമ്മം, മുൻകാലങ്ങളിൽ ശേഖരിച്ച കർമ്മങ്ങൾ. പിന്നെ പ്രാരാബ്ധ കർമ്മം, നിലവിലെ ജീവിതത്തിൽ അനുഭവിക്കുന്ന കർമ്മങ്ങൾ, ഫലങ്ങൾ. ആഗാമി കർമ്മം, അതായത് ഭാവിയിൽ വരാനിരിക്കുന്ന പ്രവർത്തനങ്ങൾ. നല്ല പ്രവൃത്തികൾ നല്ല ഫലങ്ങളും തിന്മ പ്രവൃത്തികൾ ദോഷഫലങ്ങളും നൽകുന്നു. ചുരുക്കത്തിൽ കർമ്മം എന്നത് ഭാഗ്യമോ വിധിയോ മാത്രമല്ല. നമ്മൾ ഒരിക്കലും ഭാഗ്യത്തെയോ വിധിയെയോ പഴിച്ചുകൊണ്ടോ നമ്മളത് നടപ്പാക്കാൻ ശ്രമിക്കരുത്. അതായത് നമ്മുടെ പ്രവൃത്തിയാണ് നമുക്ക് ഫലം നൽകുന്നത്. ഒരാൾ നല്ലത് വരുമ്പോഴോ അയാൾക്ക് എന്ത് നല്ല ഭാഗ്യമാണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അയാളുടെ മനസ്സിൽ എന്താണ്, അയാൾ പുറമേ കാണുന്നതായിരിക്കത്തില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്താണ്, മനസ്സ് ശുദ്ധമാണെന്നുണ്ടെങ്കിൽ, മനസ്സിൽ മറ്റുള്ളവർക്ക് തിന്മ വരണം എന്ന് ആഗ്രഹിക്കാത്ത ഏതൊരു മനുഷ്യനും എത്ര കാലം കഴിഞ്ഞാലും അദ്ദേഹം നന്മയിലേക്ക് തന്നെ എത്തും, അല്ലെങ്കിൽ ജീവിതത്തിലെ ഉയർച്ചയിലേക്ക് തന്നെ എത്തും. ഉയർച്ച എന്നതുകൊണ്ട് കുറച്ച് സ്വത്തോ പണമോ ഒക്കെ കിട്ടുക എന്നുള്ളതല്ല. അദ്ദേഹത്തിന് ആത്മശാന്തിയും സന്തോഷവും കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം മാറും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരാളെയും വിധിക്കാൻ നമുക്ക് ആർക്കും അവകാശമില്ല. അദ്ദേഹം എന്താണ് ചെയ്യുന്നത്, ആ ഒരു വ്യക്തി എന്താണ് ചെയ്യുന്നതെന്നോ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിലായിരിക്കുമല്ലോ അദ്ദേഹം പ്രവർത്തിക്കുന്നത്. മറ്റൊരാളെ വിമർശിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കണം. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ മറ്റൊരാളെ വിമർശിക്കാനായിട്ടുള്ള അവകാശമുള്ളൂ. ഒരു കുടുംബത്തിൽ ഉള്ള കുട്ടി, അതായത് മരുമക്കളാണ് ഈ ഒരു വിമർശനങ്ങൾക്കെല്ലാം കൂടുതൽ അടിമപ്പെടുന്നത്. ആ മരുമക്കൾക്ക് ഒരുപാട് ഉപദേശകരും നിർദ്ദേശങ്ങളും കൊടുക്കാനും കുത്തി നോവിക്കാനും ധാരാളം ആളുകളുണ്ടാവും. ഈ ധാരാളം ആളുകൾ ഈ കുട്ടിയുടെ മനസ്സിനെ കുത്തി നോവിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ ആ കുട്ടി അനുഭവിക്കുന്ന വേദനയുടെ ഫലം ഈ വിമർശിക്കുന്ന ആളുകൾ, ഈ കുട്ടി അനുഭവിക്കുന്ന എന്താണെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഈ വിമർശിക്കുന്ന ആളുകളിലേക്കോ അവരുടെ സന്താതി പരമ്പരകളിലേക്കുമായിരിക്കും ചെല്ലുന്നത്. അത് നമ്മൾ മനസ്സിലാക്കിയാൽ കൊള്ളാതെ. അതൊരു ചെറിയ ഉദാഹരണം മാത്രം ഞാൻ പറഞ്ഞതാണ്. ഏത് പ്രവൃത്തിയും ഇതുപോലെ തന്നെയാണ്. നിങ്ങളുടെ കാര്യം നോക്കി നിങ്ങളുടെ മറ്റുള്ളവരെ വിമർശിക്കാൻ നമ്മൾ അർഹരല്ല എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക. അങ്ങനെ അവനവൻ്റെ കർമ്മം വളരെ ശുദ്ധമായും വൃത്തിയായും ചെയ്യുകയും ഈശ്വരനെ സമർപ്പിച്ച് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്കും നമ്മുടെ വരും തലമുറയ്ക്കും അത് പ്രയോജനകരമായിരിക്കും. അല്ലാതെ മറ്റുള്ളവരെ കുത്തി നോവിക്കുക, ബുദ്ധിമുട്ടിക്കുക, മാനസികമായി വേദനിക്കുക, നിങ്ങൾ കാരണം ഒരാളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ പൊഴിഞ്ഞാൽ ആ കണ്ണുനീരിൻ്റെ ഫലം എന്തായാലും ഈ ഭൂമിയിൽ വെച്ചോ അല്ലെങ്കിൽ അടുത്തൊരു ജന്മത്തിൽ വെച്ചോ നിങ്ങൾ അനുഭവിക്കും. ദൈവമേ, ഞാൻ എന്താണ് ഈ അനുഭവിക്കുന്നത്, എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്തത് എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലുമുള്ള ഒരു ടൈമോ ഒരു സ്പേസോ കിട്ടുകയില്ല. അത് ഈശ്വരൻ തരികയില്ല. അതാണ് കർമ്മ എന്ന് പറയുന്നത്. അതാണ് കർമ്മയുടെ ശക്തി. ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.